റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചും യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാദുരിതത്തിനെതിരെ നാട്ടുകാർ സംഘടിപ്പിച്ച സമരമാണ് ശ്രദ്ധേയമായത്. കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗം പിന്നീട് GSP ഇട്ട് മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ കുഴിച്ച ഭാഗം തോടിന് സമാനമായി മാറുകയും റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ പൈപ്പ് പൊട്ടി ശുദ്ധജലവും പാഴാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് കുളമായി മാറിയതോടെ ഇതുവഴിയുള്ള യാത്ര അതീവ ദുരിതപൂർണമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. വാഹനങ്ങൾ അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് റോഡിലെ വെള്ളക്കെട്ട് തന്നെ പ്രതിഷേധ വേദിയാക്കി യുവാക്കൾ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിൽ കുളിച്ചും ചെറിയ വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിക്കുന്നതായി അഭിനയിച്ചുമാണ് പ്രതിഷേധം നടന്നത്. കൊല്ലത്തോളമായിട്ട് ഏകദേശം ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ 6 മാസം മുമ്പ് ഇവിടുത്തെ പൊതുജനങ്ങൾ സമരം ചെയ്യുന്നത് ഇവിടെ പൊടിശല്യം മൂലമായിരുന്നു. ഇന്നും ഇതിനൊരു വ്യത്യാസമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി PK ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് കുഴികൾ ഉണ്ടാവും. പക്ഷെ ഇത് മഴക്കാലത്തുണ്ടായ കുഴികളല്ല, വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഒരു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ടും ഇന്നേ വരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഇതിലെ തന്നെ ഏകദേശം ഒരു 50-ൽ മേലെ സ്കൂൾ വണ്ടികളും അതുപോലെ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും യാത്ര ചെയ്യുന്നത്. ഒരു റോഡിന്റെ അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മഴയത്ത് കുഴിയായ റോഡുകളല്ല ഒരിക്കലും. ഒരു കൊല്ലമായിട്ട് ഇതിനു വേണ്ടി ചോദിക്കാനോ പറയാനോ ഒരു ഭരണസമിതിയും വ്യക്തമായ നിലയിൽ മുന്നോട്ട് വന്നിട്ടില്ല. അതെന്നാണ് ഇവിടുത്തെ ഈ ഓൺലൈൻ ടെൻഡർ എന്നതിന്റെ പേരിലുള്ള ഒരു കുറവ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പ്രവാസിയായിട്ട് 2 മാസം ലീവിന് വന്നിട്ട് ഈ 2 മാസവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്നു. ഇതുവരെയായിട്ട് ഇതിനൊരു പരിഹാരം ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ലീക്കേജ് തുടങ്ങിയിട്ട് പൈപ്പ് പൊട്ടിയിട്ട് ഏതാണ്ട് 2 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ മഴവെള്ളമല്ല, അത് പൈപ്പ് പൊട്ടിയിട്ട് അതൊരു യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കോൺട്രാക്ട് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള പണി ചെയ്ത് അതും തീർത്തിട്ടില്ല, അവർ ഇട്ടുപോയിട്ടുണ്ട്. ഇത് ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി ലീവിന് വന്നിട്ട്. അതിന് മുന്നേ ജനങ്ങൾ അനുഭവിച്ച് പല പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയിട്ടും മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ശോചനീയാവസ്ഥ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡ് 1 വർഷത്തോളമായി ഇപ്പോൾ പൊളിഞ്ഞുകാണ്ട് കിടക്കുന്നു. നിരന്തരം സമരങ്ങൾ ഇതൊക്കെ നടത്തിയിട്ടും യാതൊരു ഉത്തരവാദിത്തമായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ എന്തായാലും റോഡ് എന്തായാലും പണിയാൻ പറ്റില്ല മഴക്കാലങ്ങളിൽ. അത് പകരമായിട്ട് ഇവിടെ നിന്ന് കടക്കാനായിട്ട് ഒരു കടത്ത് വെള്ളം അല്ലാണ്ട് ഒരു ജങ്കാർ സർവീസ് ആൾക്കാർക്ക് സൗകര്യമായിട്ട് പോരാ. അവിടെ നിന്ന് സ്കൂൾ കുട്ടികളും മദ്രസകൾക്കൊക്കെ പോകണമെന്നുള്ളത് ഇഷ്ടംപോലെ പോണ വഴിയുണ്ട്. നോക്കി ഇതുപോലെ അതെന്തായാലും അത്യാവശ്യമായിട്ട് റോഡ് പണിയില്ലാന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് നല്ല ഇടപെട്ടിട്ട് ഒരു കടത്ത് വെള്ളം ഇവിടെ നിന്ന് കടക്കാനായിട്ട് അതല്ലാണ്ട് ഒരു ജങ്കാർ സർവീസ് അത് നിർബന്ധമായിട്ട് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആവശ്യമുണ്ട്. കരാറുകാരന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കുകയും പൈപ്പ് ചോർച്ച പരിഹരിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. PM നജ്മുദ്ദീൻ, TU അഹമ്മദ്, PM അസ്ലം, KK ഷക്കീർ, താഹിർ, KK ഷജീർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി.